രാത്രിയിൽ ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ, രാത്രിയിലുള്ള നെഞ്ചരിച്ചിൽ കൊണ്ട് പലരുടെയും ഉറക്കം നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ അവരുടെ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥ പലർക്കും വരാറുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. നമുക്കറിയാം, പ്രധാനമായിട്ടും നെഞ്ചരിച്ചിൽ നമുക്ക് അതുപോലെ അനുഭവപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് GERD പോലുള്ള രോഗങ്ങളാണ്. ഹയാറ്റസ് ഹെർണിയ ഉള്ളവരിലും ഇതുപോലെ കാണാറുണ്ട്. ഹയാറ്റസ് ഹെർണിയ GERDയിലേക്ക് നയിക്കുമ്പോഴാണ് ഇതുപോലെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നത്. അത് രാത്രിയിലായിരിക്കും പലപ്പോഴും ആൾക്കാർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ രാത്രിയിലത്തെ അത്താഴം കഴിക്കുന്നത് 8 മണിക്ക് മുമ്പാക്കുക. അത് ലഘുഭക്ഷണമാക്കുക. അതല്ലാണ്ട് വൈകിട്ട് നോൺ വെജോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ വൈകിട്ട് ചായ, കാപ്പി പോലുള്ള പാനീയങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നാരങ്ങ വെള്ളം, ലെമൺ ടീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രിയിലത്തെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ മിനിമം 2-3 മണിക്കൂറിന് ശേഷം മാത്രമാണ് കിടന്നുറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വയറിലുള്ള ആസിഡ് കണ്ടന്റും ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ഇതുപോലെ തിരിച്ചു കയറി വന്ന് നെഞ്ചരിച്ചിലും അല്ലെങ്കിൽ തൊണ്ടയിൽ ഇതുപോലെ ഗ്യാസ് കെട്ടി നിൽക്കുന്നത് പോലെ അനുഭവപ്പെടാനും കാരണമായി തീരാം. അതുപോലെ തന്നെ പെയിൻ കില്ലറുകളുടെ ഉപയോഗം, ഒരു പരിധി വിട്ടുള്ള പെയിൻ കില്ലറുടെ ഉപയോഗം അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അസിഡിറ്റി, നെഞ്ചരിച്ചിലുകൾ വിട്ടുമാറാണ്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ധാരാളം വെള്ളം ഒരുമിച്ച് കുടിക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം. അതല്ലാണ്ട് 2-3 ഗ്ലാസ് ഒക്കെ ഒരുമിച്ച് കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ധാരാളം വെള്ളം കുടിക്കാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചതിനപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ നേരെ കിടക്കുക, അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കുക. വലത്തോട്ട് തിരിഞ്ഞു കിടന്നാലും ഇതുപോലെ നെഞ്ചരിച്ചിൽ ബുദ്ധിമുട്ടുകൾ കൂടും. കാരണം ആ പൊസിഷനിൽ നമുക്ക് ഇതുപോലെ GERDയുടെ സിംറ്റംസ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്.